സാധാരണ നമ്മൾ കുട്ടികളെ കളിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ മുകളിലേക്ക് എറിയാറുണ്ട്. ആ സമയത്ത് പേടിച്ച് കരയേണ്ടതിന് പകരം കുട്ടി ചിരിക്കുകയാണ് പതിവ്. തന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന വാപ്പ ഒരിക്കലും തന്നെ താഴെയിടുകയില്ല എന്ന വിശ്വാസമാണ് കുട്ടിയെ കൊണ്ട് ചിരിപ്പിക്കുന്നത്. ശരീരത്തെ കീറി മുറിക്കാൻ വേണ്ടി ഒരു കത്തിയും കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ഡോക്ടർക്ക് മുന്നിൽ പേടിച്ചോടാതെ ഒരു രോഗി സമാധാനത്തോടുകൂടി കിടന്നു കൊടുക്കാറുണ്ട്. 5-6 വർഷം വൈദ്യശാസ്ത്രം പഠിച്ചിട്ട് വന്ന ഡോക്ടർ ഒരിക്കലും തന്നെ കൊലക്ക് കൊടുക്കുകയില്ല എന്ന വിശ്വാസമാണ് ആ രോഗിയെ സമാധാനത്തോടുകൂടി കിടത്തുന്നത്. ആകാശത്തിലൂടെ അതിവേഗത്തിൽ പാറിപ്പറക്കുന്ന വിമാനത്തിനകത്ത് 100-100 പേര് ഇരുന്ന് സമാധാനത്തോടുകൂടി ഉറങ്ങാറുണ്ട്. ഒരുപാട് പരിശീലനം സിദ്ധിച്ച പൈലറ്റ് ഒരിക്കലും തങ്ങളെ താഴെയിടുകയില്ല എന്ന വിശ്വാസമാണ് അവരെ അങ്ങനെ ഉറക്കുന്നത്. കേവലം സൃഷ്ടികളിലുള്ള വിശ്വാസം ഇങ്ങനെയാണെങ്കിൽ അള്ളാഹു ചോദിക്കുന്നത് പോലെ റബ്ബിൽ ആലമീൻ, ഈ സൃഷ്ടികളുടെ സൃഷ്ടാവായ അള്ളാഹുവിലുള്ള നിങ്ങളുടെ വിശ്വാസം എങ്ങനെയാകണം? എന്റെ കാര്യങ്ങൾ മുഴുവനും നിയന്ത്രിക്കുന്നത്, എന്റെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് ഈ സൃഷ്ടികളുടെയൊക്കെ റബ്ബായ രക്ഷിതാവായ അള്ളാഹു ആണ് എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എന്റെ ജീവിതം എത്രമാത്രം സമാധാനപൂർണവും ടെൻഷൻ ഫ്രീയുമായിരിക്കും. അള്ളാഹു ചോദിക്കുന്നത് പോലെ അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, എന്റെ അടിമക്ക് മതിയായവനായിട്ട് അള്ളാഹു പോരെ? റബ്ബേ, ഞങ്ങൾക്ക് മതിയായവനായിട്ട് നീ തന്നെ മതി. പക്ഷേ ഈ വിശ്വാസം ഞങ്ങളുടെ മനസ്സിൽ അടിയുറക്കണമെങ്കിൽ അതിനും നിന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് നാഥ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നിലുള്ള അടിയുറച്ച വിശ്വാസം അതും നീ തന്നെ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ.